ചേച്ചി കിട്ടിയ മാപ്പിള ഇരുന്നറിയില്ല അതിലില്ല. മറന്നു വൈകുന്നേരത്തത് ക്ലോസ് ചെയ്തിടണം. പാറോത്തൊന്നുമല്ല, അതൊന്നും നമ്മൾ കാണാത്ത സൈസാണ്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെ ഉണ്ട്? എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചിന്റെ തിരക്കിലാണല്ലേ? നമ്മളും അങ്ങനെ ഒരു തിരക്ക് തന്നെയാണ്. ഇതടുത്ത സീസൺക്ക് ആവാൻ പോണ സാധനങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗോട് കൂടി പെരീത്തെ വ്ളോഗൊക്കെ അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 2 വീഡിയോ മതി എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നു. പക്ഷേ ഇന്ന് രാവിലെയും ഇവിടെ പൂളപറി കണ്ടപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് വീഡിയോ എടുത്ത് തുടങ്ങാനങ്ങോട്ട് ആരംഭിച്ചു കേട്ടോ. ഇത് മാത്രമല്ല, നല്ല അടിപൊളി വീഡിയോ ആണ് ഇന്ന്. നിങ്ങൾക്ക് പ്രകൃതി രമണയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യം നല്ല കാടും പച്ചപ്പും ഹരിതാപവും പിന്നെ നമ്മൾ കാടും പടലവും പുഴയും ഒക്കെ കാണാൻ പോകുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ മിസ് ചെയ്യണ പ്രവാസികളൊക്കെ കുത്തിയിരുന്ന് അങ്ങോട്ട് കണ്ടോളിട്ടോ, നീച്ചു പോകാൻ നിൽക്കേണ്ട അപ്പം തന്നെ. അപ്പം ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് കപ്പയാണെന്ന് ഇമ്മ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കപ്പൻ്റെ മൂടുണ്ട് പറിച്ചെടുക്കാൻ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാണോലോ ആ ഒരു മരച്ചീനിമത്തെ കായ. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. അപ്പം ഞാൻ കണ്ട കൗതുകം നിങ്ങൾക്കും കാണിച്ചു തരികയാണ്. ഇങ്ങനെ കായ ആവുമ്പോഴാണ് ഇത്ര അത് മൂത്തു പറിച്ചാനായി എന്നൊക്കെ മനസ്സിലാക്കൽ എന്നൊക്കെയാണ് ഉമ്മ പറയുന്നത്. അപ്പം ഉമ്മ ഇങ്ങനെ കളക്കുമ്പോഴൊക്കെ ഉമ്മ ഇങ്ങനെ പറയും, ഇങ്ങനെയാണ് കളിച്ചെടുക്കേണ്ടത്, ഇങ്ങനെയാണ് കുഴിച്ചിടേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കാണിച്ചു തരുമെങ്കിലും ഞാൻ ആ ഭാഗമൊന്നും മെയിൻറ്റെയിൻ ചെയ്യാറേ ഇല്ല. കാരണം നമുക്ക് ഈ കുഴിച്ചിടുന്നതൊന്നും വലിയ ഇഷ്ടമല്ലല്ലോ. ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നട്ട് നനച്ചൊക്കെ തന്നാൽ അത് പറിച്ച് മുളുങ്ങുന്ന കാര്യം മാത്രമേ നമുക്കറിയുള്ളൂ. അങ്ങനെ ഉമ്മ മണ്ണ് പോലും നോവിക്കാതെ, മണ്ണിനെ പോലും നോവിക്കാതെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ. ആ കപ്പ പൊട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ സൂത്രങ്ങളാണ് കേട്ടോ. അപ്പം ഞാനിതാ രംഗത്തിറങ്ങിയിരിക്കണേ. ഞാനിങ്ങോട്ട് പിടിച്ച് വലിച്ചെടുക്കും. അപ്പം പിന്നെ അത് പറിച്ചെടുത്ത ആൾ എനിക്ക് ക്രെഡിറ്റ് എനിക്കാകുമല്ലോ. അങ്ങനെ ഞാൻ ഒറ്റക്കത് വലിക്കാൻ നോക്കിയെങ്കിലും പക്ഷേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ഉള്ളിലതിന്. പിന്നെ എമ്മയും കൂടി തന്ന് ഞങ്ങളത് അങ്ങനെ വലിച്ചെടുത്തു. അപ്പം 3 കപ്പൻ്റെ കായുണ്ടേനി കേട്ടോ. ഒന്നവിടെ പൊട്ടി നിന്നിട്ടുണ്ടേനി, അത് പിന്നെ ഉമ്മ പറിച്ചെടുത്തിട്ടുണ്ടേനി കേട്ടോ. ഇങ്ങനെയുള്ള നാടൻ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തണേ നിങ്ങൾ പലരും പറയുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉൾപ്പെടുത്തുന്നത്. അപ്പം കപ്പ അതിൻ്റെ ഇടയ്ക്ക് തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനതൊക്കെ കാണിച്ചതുകൊണ്ട് എപ്പോഴും അതിങ്ങനെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും കാണിച്ചു തരാഞ്ഞ് കേട്ടോ. അങ്ങനെ കപ്പയൊക്കെ ചെത്തി ഒക്കെ സെറ്റാക്കി വെച്ചിക്കണ്. പിന്നെ അതൊക്കെ അടുപ്പത്ത് കയറ്റിയതിൻ്റെ ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടേനി കേട്ടോ. നമ്മൾ പയറായിട്ടുണ്ടേനി. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ വന്നാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഓർഗാനിക്കായിട്ട് പഴിക്കാനും തിന്നാനൊക്കെ ഉണ്ടാവും എന്ന് ഞങ്ങളോട് എപ്പോഴും പറയലില്ലേ. അതേപോലെ തന്നെ ഇന്നിപ്പോൾ പയർ പൊട്ടിക്കാനുണ്ടേനി കേട്ടോ. അപ്പം ഞാനും തന്നെ ക്യാമറയും തൂക്കി ഇറങ്ങിയിരിക്കണ്. പയറിൻ്റെ ചെടിയിൽ അവിടെ എടുക്കായിട്ട് ഇലകളൊക്കെ ഉള്ളെങ്കിലും അത്യാവശ്യം കായൊക്കെ ഉണ്ടായിന് കേട്ടോ. അതിന് മാത്രം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇറങ്ങിയതാണ്. പക്ഷേ ഉള്ളിൻ്റെ ഒക്കെ കുറേ കായ്കളൊക്കെ പറിക്കാൻ കിട്ടി. അപ്പം നമുക്കൊരു നേരത്തിനുള്ള ഉപ്പേരിക്കുള്ള വാഗതി വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പയറാണെങ്കിൽ ഉപ്പേരി വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ പിന്നെ പയറ് പറിക്കാനൊന്നും കൂടുന്നില്ലെങ്കിലും ഷോക്ക് വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അമ്മ ഇങ്ങനെ പറിച്ചിങ്ങനെ കയ്യിലിങ്ങനെ കൊണ്ടുവന്നിരുന്നത് അതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യലൊക്കെയാണ് വഴി. അങ്ങനെ എന്തായാലും എനിക്കൊരു ദിവസത്തിന് ഉപ്പേരിക്കുള്ള ഒരു നേരത്തിനുള്ള ഉപ്പേരിക്കുള്ള വാക്കിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ചമ്മന്തിയൊക്കെ റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. പെരിയിലൊക്കെ ആണെങ്കിൽ ഇതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ മക്കൾക്ക്. ഈ രാവിലെ തന്നെ കപ്പയൊന്നും കഴിക്കൊന്നുമില്ല. പക്ഷെ ഇവിടെ ആകുമ്പോൾ പിന്നെ ഇവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊക്കെ അങ്ങനെ ആയിക്കൂടെ കൂട്ടത്തിൽ കൂടെ പാടി വെള്ളത്തിൽ കൂടെ പൂട്ടി അപ്പോൾ എന്തായാലും അതൊക്കെ അങ്ങനെ കഴിക്കൂട്ടോ. നമ്മൾ സാധാരണ പൊട്ട് ഇഡ്ഡലി ദോശ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ കാന്താരിയും പ്രകൃതിയിൽ നിന്ന് കിട്ടിയത് തന്നെ കേട്ടോ. നമ്മളെങ്ങോട്ടാ പോണതെന്ന് പറയൂ ഗൈസ്. പറയടി
അപ്പൊ നമുക്ക് ഒരു കൂട്ടം ഡ്രസ് പോട്ടെ. ഡ്രസ്സൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പോണത്. അമ്മോന്റെ വീട്ടിൽ സൽക്കാരത്തിന് പോവുകയാണ് ഗൈസ് എന്ന് പറയൂ. അമ്മയുടെ വീട്ടിലേക്ക് സൽക്കാരത്തിന് പോകുകയാണ്, അതിന് വേണ്ടി കുളിക്കാൻ പോകുകയാണ് തോട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം 9 മണിയൊക്കെ ആയിട്ടുണ്ടായിനി കേട്ടോ. അങ്ങനെ ഇന്ന് അമ്മോൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ചൊന്ന് നടന്നിങ്ങനെ പോകാനുള്ളതേ ഉള്ളൂ. അപ്പം ഉച്ചക്ക് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് ഇവിടെ കുഴങ്ങി എത്തിയിട്ടോ. വെയിലൊക്കെ ആയതുകൊണ്ട് ക്ഷീണിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് വന്നപ്പോഴേക്കും ജ്യൂസൊക്കെ അതാ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിനി കേട്ടോ. കുട്ടികളാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ ഒരു പുഴ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പുഴയിൽ പോയിട്ട് ചാടാന്നൊക്കെ പറഞ്ഞിട്ട് ഓല് എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. മേ ആ എന്നെ കറിയണ മാതിരി മുന്നിക്ക് പണ്ടേ. ഈ ഒരു പുഴ ഓല പേരൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. കുറച്ചൊന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളൂ. അതിന് ഓല് ഡെയിലി പോയിട്ട് തിരുമ്പിയൊക്കെ പോരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ഇതൊക്കെ കുറേ കണ്ടതാണ് പഴയ ചെറുപ്പകാലത്തൊക്കെ. കുറേ തോട്ടിലൊക്കെ പോയി അലക്കിയും തിരുമ്പിയൊക്കെ ഉള്ള നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ മക്കൾക്കൊന്നും ഇതൊന്നും അല്ലാണ്ടൊന്നും കണ്ടിട്ടും ഒന്നുമില്ലല്ലോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ വരുമ്പോൾ ഇതേപോലെ പാടം തോടൊക്കെ ഒന്ന് കൊണ്ട് ഈ കാട്ടി കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ പുഴവും വെള്ളമൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുഴയിലധികം വെള്ളമൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല, ഞങ്ങൾക്കാർക്കും നീന്തലും അറിയില്ല കേട്ടോ. അതുകൊണ്ട് നല്ല വെള്ളമുള്ള സമയത്ത് ആരും പോകലൊന്നുമില്ല കേട്ടോ. ഇതേപോലെ വേനലാണ് സമയത്ത് നമുക്ക് ഇത് കണ്ടോ, ഒരു മുട്ടിൻ്റെ അത്ര പോലും വെള്ളമല്ല കേട്ടോ. ആ ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ അവിടുത്തെ മീൻ പിടിക്കാനൊക്കെ ഒരു ശ്രമം നടത്തിയെങ്കിലും ആ ശ്രമം ഭയങ്കര പരാജയമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ തോട്ടിൽ പോയിട്ട് കുട്ടികൾ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ വന്നപ്പോൾ തന്നെ അമ്മൂൻ്റെ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പുഴയിലല്ല ഇവിടെ വേറെ പുഴ ഉണ്ട്, അത് ഞങ്ങൾക്ക് കൊണ്ടുപോയി കാണിച്ചു തരാം, നല്ല വൈബുള്ള സ്ഥലമാണ്, വീഡിയോ എടുക്കാനൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒലിനെ പീരിയായിട്ട് വെച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതും കൂടി ഒന്ന് കാണാൻ പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ അജുവിൻ്റെ കവറിലുള്ള എന്താ വെച്ചാൽ അവിടുന്ന് കുളിച്ചിട്ട് മാറാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കേട്ടോ. കാടിൻ്റെ ഉള്ളൊന്നല്ല, ഒരു സൈഡ് കാടാണ്, പിന്നെ ഇത് റോഡ് തന്നെയാണ് കേട്ടോ. ഇവിടെ വീടുകളൊക്കെ ഉണ്ട്, ഒരു സൈഡിൽ വീടുകളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു സൈഡ് കാടും ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ. അപ്പം എന്തായാലും ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വൈകുന്നേരത്തത് ക്ലോസ് ചെയ്തിടണം. കറണ്ട് ഉണ്ടാവില്ലല്ലോ. ഇമ്മ അതിനെ പിടിച്ചോളി. പിന്നെ ഇവിടെ രാത്രിക്ക് ആന വരാണ്ടിരിക്കാൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മറ്റേ സോളാറ് കമ്പി വേലിയൊക്കെ അല്ലേ, അതൊക്കെ സെറ്റാക്കിയിട്ടൊക്കെ ഉണ്ട്. അത് ഈ രാവിലെ ഇങ്ങനെ ഈ തൊടിക്കൊക്കെ ഇറങ്ങണ പോലെ ഇങ്ങനെ എടുത്തിടുന്നതാണ്. പിന്നെ വൈകിട്ട് അത് തിരിച്ചതേപോലെ വെക്കലാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. എനിക്കതിനെക്കുറിച്ചൊന്നും വല്ലാണ്ടത് അറിയൊന്നുമില്ല. അപ്പോൾ അതാ ഇവിടെ ഒരു പുഴ ഉണ്ട്, ഇവിടെ കുറച്ച് സ്ഥലം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ആ വെള്ളം കാണാൻ ഒരു വൃത്തിയില്ലാത്ത ഒരു നീല കളറായിനി കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ മക്കൾക്കൊന്നും ഇറങ്ങാനൊന്നും തോന്നിയില്ല. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ആരും വന്നങ്ങനെ ഇറങ്ങലൊന്നും ഇല്ല തോന്നുന്നുണ്ട് കേട്ടോ. കുളിയും അലക്കലൊന്നും ഇല്ല തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ആകെ ഒരു പൂവൊക്കെ ചാടി ഇങ്ങനെ കിടക്കേനി കേട്ടോ. മീൻ കിട്ടിയോ? ഇല്ല, കിട്ടിയിട്ടില്ല. ഇല്ല. എവിടെ? ആ ഒരു മീനുണ്ട്, കാണാൻ മാത്രല്ല. അപ്പൊ നമ്മൾ നേരത്തെ മീൻ പിടിക്കാനൊരു ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടെങ്കിലും രണ്ടാമത്തെ സ്ഥലത്ത് വന്നപ്പോൾ നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. ഇതൊക്കെ ഒരു കാടിന്റെ ഏരിയ തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കൽ സേഫ് ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ അടുത്ത് പന്തളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളും ഇങ്ങോട്ട് വന്നത്. പിന്നെ പകൽ അങ്ങനെ ഇങ്ങോട്ട് ആരെയൊന്നും വരലില്ല എന്നൊക്കെയാണ് ഓലൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് വന്ന് ഈ കാടിൻ്റെ ചെറിയൊരു ഏരിയ ആണ് കേട്ടോ അത്. അപ്പം അതൊക്കെ ഒന്ന് കണ്ട് പിന്നെ ഇതിൻ്റെ കുറച്ചപ്പുറത്ത് തന്നെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു പേടിയൊക്കെ തോന്നി കേട്ടോ. അപ്പം എങ്ങനെയാണ് ഓല ഇവിടെയൊക്കെ ജീവിച്ചത് എന്നൊക്കെ തോന്നിപ്പോകും. കാരണം നമുക്ക് ഈ നാട്ടിൽ ജീവിച്ച് കണ്ട് ഇങ്ങനെ ഇതാകുമ്പോഴേ ഇവല് പറഞ്ഞത് ഈ ഒരു നല്ല വേനലാകുമ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി തുടങ്ങുമ്പോൾ അതേപോലെ തന്നെ ചക്കൻ്റെ സീസണൊക്കെ ആകുമ്പോഴാണ് ഒരു സാധാരണ നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങുക എന്നുള്ളത്. എടി പണ്ട് തിമ്മന്നേ എൻ്റെ മാപ്പിള കറുത്തിട്ടാ വെളുത്തിട്ടാ നോക്കിയാണ്ട്
ചെറിയ മാപ്പിള കറുത്തിട്ടാ വെളുത്തിട്ടാ നോക്കീനി അന്ന് കിട്ടിയതൊക്കെ വെളുത്തിട്ടില്ലേനി പക്ഷെ കിട്ടിയ മാപ്പിള ഇരുന്നറിയും അതിലില്ല ഇതില് കറുപ്പ് വെളുപ്പ് മാത്രമുള്ളതിന് അതേ കാരണം സാധനം അമ്മായി ഇതെന്താണ് ഈ മരത്തുമ്മല്ല കായ് ആ മരത്തുമ്മാക്കണ കൊറേ കായ്കളെന്താ ഇതാക്കണ ഇത് പാറോത്തൊന്നുമല്ല ഇതൊന്നും നമ്മള് കാണാത്ത സൈസാണ് പാറക ചെറിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അധികം സാഹസികത്തിനൊന്നും മുതിർന്നിട്ടുണ്ടായിരുന്നില്ല. വേഗം കുറച്ച് നേരം നിന്നിട്ട് വേഗം പോന്നിട്ടുണ്ടായിനി കേട്ടോ. ഞങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, ആന വരുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മൂൻ്റെ മക്കൾക്ക് ഓലത്തിലിടക്ക് വന്നൊക്കെ ഓല് പിന്നെ ഈ നാട്ടിലൊക്കെ ജീവിക്കണതായതുകൊണ്ട് ഈ ഏരിയയിലൊക്കെ ജീവിക്കണതായതുകൊണ്ട് ഓൽക്ക് അങ്ങനത്തെ വലിയ വിഷയമൊന്നും ഇല്ല ഇനി കേട്ടോ. ഉൽപ്പാകൽ അങ്ങനെ വരൂല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് കണ്ട് ഞങ്ങളിതാ തിരിച്ച് വരിയിലെത്തിക്കണം കേട്ടോ. പിന്നെ ഇതാ ചോറൊക്കെ വിളമ്പണ തിരക്കാണേ. ഓല് ഞങ്ങളൊക്കെ വരുന്നത് പ്രമാണിച്ച് എന്താ ഉണ്ടാക്കിയത്, ഇതിന്റെ പേരെന്താ, മധുഹൂത്തോ മജ്ബൂസോ? മധുഹൂത്ത മജ്ബൂസാ. അതിൽ രണ്ടിലെ ഏതോ ഒരു സാധനം, അതിന്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ അതൊക്കെ ഉണ്ടാക്കി ഇട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ എന്താ കുട്ടികളൊക്കെ പാത്രമൊക്കെ ഇച്ച് ഇതാ അവിടെ നിരന്നിരുന്നിക്കണേ കേട്ടോ. എന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ചോറ് കഴിക്കണേ. കുട്ടികളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് കണ്ട് ചോറൊക്കെ കഴിക്കണ ആ സമയമായപ്പോൾ നമ്മൾ ആ ഒരു ബാല്യകാലങ്ങളൊക്കെ ഇങ്ങനെ ഹയവിറക്കി ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരേനി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതേ അല്ല. പിന്നെ രാവിലെ ഇങ്ങനെ ഇതിലൊക്കെ ഇങ്ങോട്ട് പോരലുണ്ടായപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ്ട് അപ്പം എന്താ ഒരു വീഡിയോ ആക്കിയിട്ട് അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചു. അപ്പം അതാ ഞാനും ഫുഡ് കഴിക്കണം കേട്ടോ. മധുഹൂത്താണെന്നാണ് എൻ്റെ ഒരു നിഗമനം, അതിന്റെ പേര് കേട്ടോ. ഇത്രയും നേരം പറഞ്ഞതൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു. മറന്നു അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് വാചകടി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം എല്ലാവരും കൂടുന്ന സമയത്ത് ഭയങ്കര എന്തെങ്കിലും അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ചർച്ചകളൊക്കെ ഞങ്ങൾക്കിടയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു 4 മാസം കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ അഞ്ചത്തിൻ്റെ കുട്ടീൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബ്രൈറ്റ് ടു ബി, പിന്നെ അരിക്കുത്ത്, ജെന്നിക്കുത്ത്, പിന്നെ എന്തൊക്കെയാണ്, പിന്നെ അറബിക് നൈറ്റ്, അങ്ങനെയുള്ള സംഗതികളൊക്കെ അതിനെ കുറിച്ചിട്ടൊക്കെ അതിൻ്റെ ഡ്രസ്സും പിന്നെ ഞങ്ങൾ ഡ്രസ് കോഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഫുള്ളായി ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഓല് പറഞ്ഞത്, ആരും ഷൂട്ട് ചെയ്യണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഓലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫാമിലി ആകുമ്പോൾ ഒരു പ്രൈവസി ഒക്കെ വേണ്ടേ, എല്ലാതും കൊണ്ട് ഷൂട്ട് ചെയ്ത് നമുക്ക് അങ്ങനെ വീഡിയോയിൽ ഇടാനും വേണ്ടിയിട്ട് പറ്റൂലല്ലോ. അങ്ങനെ ഭയങ്കര ചർച്ചകൾക്കൊക്കെ ഒടുവിൽ ഞങ്ങളിതാ ഒരു ഉച്ച സമയത്ത് തന്നെ ഫുഡൊന്ന് ദഹിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളിതാ തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് പോകണം കേട്ടോ. കാരണം ഇന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളെ പെരിക്ക് പോകണം. അപ്പോൾ അതാ മാമാക്ക് ചെടി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് മാമാക്കുള്ള ചെടിയാണ് കേട്ടോ അത്. വെയിൽ ചെടിയൊക്കെ അവിടുന്ന് പറിച്ച് ഞങ്ങളിതാ റിട്ടേൺ പോന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദൂരമൊന്നുമില്ല, ഒരു 8-10 മിനിറ്റ് നടന്ന് നമ്മളെ ഗൃഹത്തിൽ പ്രവേശിക്കാട്ടോ. അങ്ങനെ വന്ന പാടനെ പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാതും കെട്ടും മറാപ്പും കുട്ടികളെ ഏറ്റ് ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പം ഇന്ന് കൊണ്ടുവരാൻ വരുമോയെന്ന് കാക്കാനോട് ചോദിച്ചപ്പോൾ കാക്കാക്ക് കൊണ്ടുവരാൻ വരാൻ ഭയങ്കര ഭീരം. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ കിട്ടിയ ബസ്സിനെ വെച്ച് പിടിച്ച് പോകുന്നു കേട്ടോ. അപ്പം പിന്നെ ആൾ പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ 2 ബസ് കയറിയിട്ട് വേണം നമുക്ക് വീട്ടിലെത്താൻ കേട്ടോ. അപ്പോൾ ഒരു ബസ്സിൽ കയറിയിട്ട് പോര്, അടുത്ത ബസ്സിൻ്റെ സ്ഥലമാകുമ്പോഴേക്കും ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഉടനെ തന്നെ ബസ് കിട്ടിയപ്പോൾ പിന്നെ ബസ്സിൽ കയറി പോകുന്നു കേട്ടോ. പിന്നെ എൻ്റെ കെട്ടിയോണ്ട് നല്ലവനായ ഉണ്ണി ആയതുകൊണ്ട് ഞാൻ പോയപ്പോൾ വെച്ച എല്ലാ സാധനങ്ങളും അതുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മീൻകറിയൊക്കെ വറ്റിച്ചൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത് കഴിച്ചിട്ടല്ലെങ്കിൽ വേറൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കണേ എന്നൊക്കെ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അങ്ങേരെ അതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ചോറിൻ്റെ പാത്രം തുറന്നപ്പോൾ കുറേ ആളുകൾ ഇവിടെ ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പോയി അന്ന് കെട്ടിയോന് വെച്ച് കൊടുത്ത ചോറിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത്. അപ്പം എന്തായാലും ഞാൻ പോകുമ്പോഴുള്ള പാത്രങ്ങളൊക്കെ അതേപോലെ നല്ല കുട്ടിയായിട്ട് അതേപോലെ തന്നെ അവിടെ വെക്കും കേട്ടോ എൻ്റെ കാക്ക. അതുകൊണ്ടാണ് ഇതൊക്കെ ഇതേപോലെ കിടക്കുന്നത്. 4-5 ദിവസത്തെ പഴക്കം ഉണ്ട് കേട്ടോ ഇതിന്.
5 ദിവസത്തിന് ശേഷമാണ് നമ്മൾ തിരിച്ചു വരുന്നത്. പിന്നെ ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്ത പാത്രം ദാ അവിടെ കിടക്കുന്നുണ്ട്. മീൻ പൊരിച്ചു കൊടുത്ത പാത്രം ദാ ബൈസണിലുണ്ട്. പിന്നെ ആള് എന്തെങ്കിലും ചായ ഉണ്ടാക്കിയതും ചോറ് വിളമ്പിയതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നമുക്കൊന്ന് വച്ചാക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെരീന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരലുണ്ടല്ലോ, ആ കൊണ്ടുവന്ന സാധനങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പം അതാ കപ്പ 2-3 പ്രാവശ്യം പറിച്ചപ്പോഴും എന്നെ കുട്ടിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ്, അതായത് ഉമ്മാൻ്റെ മരുവന് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് മരുവനിക്കുള്ളതാണ് ഇമ്മ തന്ന് വിട്ടിട്ടുണ്ടായിനിയത് കേട്ടോ ആ കപ്പ. പിന്നെ നമ്മൾ രാവിലെ പറിച്ച പയറില്ലേ, അപ്പം അത് എൻ്റെ കാര്യം ഞാൻ മറന്നിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ പോരാൻ സമയത്ത് ഉമ്മ വേഗം അതൊക്കെ പൊതിഞ്ഞ് ഇതാ കവറിലൊക്കെ കൊണ്ടുവന്ന് വെച്ച് തന്നിട്ടുണ്ടായിനി. അപ്പം ആ പയർ, അപ്പം ഈ പയർ വെച്ചിട്ട് ഇന്നിപ്പോൾ നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കണം, പിന്നെ ഒരു കഞ്ഞി ഉണ്ടാക്കണം. അപ്പോൾ വൈകുന്നേരത്തെ ഡിന്നറും ആ ഒരു രീതിയിൽ സെറ്റാവും. പിന്നെ നമ്മളെ നാടൻ പയറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നാടൻ പുഴു വാഗൺ ട്രാജഡി ആയിട്ടുണ്ടേനി കേട്ടോ. ആകെ നെരിഞ്ഞ മറിഞ്ഞ ചത്ത് ഇതായിട്ടുണ്ടേനി കേട്ടോ. അപ്പം എന്തായാലും അതങ്ങോട്ട് കളഞ്ഞ് നമുക്ക് ബാക്കിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം, പിന്നെ കഞ്ഞിയും വെക്കണം. അപ്പം പിന്നെ വൈകുന്നേരത്ത് ഡിന്നറും സെറ്റായി. അപ്പം അതിൻ്റെയൊക്കെ മുന്നേ ആദ്യം ഈ പണികളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഉഷാറ് കിട്ടാൻ നമുക്ക് കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കണം. അപ്പോൾ ചായക്ക് കുറച്ച് കടുപ്പം കൂടിപ്പോയി. ഇത്ര കടുപ്പം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കുറച്ചധികം ചായപ്പൊടി കുറച്ച് കൂടിപ്പോയിക്കണേ. എനിക്കൊരു ലൈറ്റ് ചായപ്പൊടി ഇട്ട് ഒരു ലൈറ്റ് മധുരത്തിലുള്ള ചായ, അതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. ഈ ഭയങ്കര കടുപ്പത്തിൽ ഞാൻ അങ്ങനെ ചായ ഉണ്ടാക്കലില്ല. അത് പാൽ ചായക്കൊക്കെ ഞാൻ അധികം കടുപ്പം കൂട്ടലുള്ളൂ. അപ്പം എന്നാലും ഇത്രേ ഉള്ളൂ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.